സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ എം.ആർ. അഭിലാഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം.ആർ. അഭിലാഷ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ ആവശ്യപ്രകാരം അവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ്. 7 ദിവസമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഹർജിക്കാരുടെ കൺസേൺസ് അനുസരിച്ച് സംബന്ധിച്ച് അവർ ഉയർത്തിയ വാദങ്ങളിലൊക്കെ തന്നെ തിരിച്ച് സുപ്രീം കോടതിയും ഉയർത്തിയ ചോദ്യങ്ങൾ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, ഒരു ഹർജിയുടെ ഭാഗമായിട്ട് റിപ്ലൈ ഫയൽ ചെയ്യുന്ന സമയത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ 70ഓളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുൻപിലുള്ളത്. അപ്പൊ ഈ ഹർജികളിൽ മറുപടി കൊടുക്കുമ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലീഡ് പെറ്റീഷൻസുകളിലെ ഗ്രൗണ്ട്സുകൾക്കെല്ലാം മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസം തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ. കോടതി തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കകളെ താൽക്കാലികമായിട്ടെങ്കിലും ദൂരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റോടുകൂടിയാണ് കോടതി പിന്നീട് ഇത് വിശദമായിട്ട് കേൾക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, അവിടെ ഡേറ്റാസ് വെച്ചുള്ള ഒരു രീതിയിലേക്ക്, കാരണം ഇത് ഭരണഘടനാ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഹർജിക്കാരൊക്കെ തന്നെ, മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലൊക്കെ തന്നെ വിവിധ ഹർജികളുടെ ഭാഗമായിട്ടൊക്കെ അവർ ഉയർത്തുന്നത്. അപ്പോൾ അവർ അനിവാര്യമായിട്ടുള്ള വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നടക്കം അത് വ്യക്തി നിയമം ഉൾപ്പെടെ നമുക്കും അറിയാമല്ലോ. താങ്കൾ ഇന്നലെ കോടതി തന്നെ ഉയർന്നു വന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു ഡേറ്റ വെച്ചുള്ള ഒരു മറുപടിയിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരുമെന്നാണോ? ഞാനത് ഡേറ്റയുടെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുസ്ലിം കണക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സമാനമായിട്ടുള്ള ഒരു നില ഉണ്ട് ഹൈന്ദവ ബോർഡുകളിൽ നിന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഡേറ്റയിലേക്ക് തുഷാർ മേത്ത പോയതുമില്ല. അപ്പോൾ എത്രത്തോളം ആധികാരികമായിട്ട് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഇനി അടുത്ത ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്? അല്ല, അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. സോളിസിറ്ററിന് കോടതി രഹസ്യമാക്കാതെ പരസ്യമായിട്ട് പറയൂ, ഉദാഹരണ സഹിതം പറയൂ എന്ന് പറഞ്ഞിട്ടുകൂടെ സോളിസിറ്റർ ജനറലിന് അത് പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു വസ്തുതയാണ്. അപ്പം മറ്റ് മതസംബന്ധിയായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആ മതത്തിന്റെ പിന്തുടർച്ചക്കാരല്ല. ഒന്ന് തുടരുക. കെ.സി. വേണുഗോപാൽ കൂടി AICC സംഘടനാ ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ.സി. വേണുഗോപാൽ, ഈ ഹർജിക്കാരെ സംബന്ധിച്ചോളം ഒരുപാട് ഹർജികൾ വന്നതാണ്. കോൺഗ്രസിന്റെ കൺസേൺ ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിയതാണ്. അപ്പോൾ കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം അറിയിപ്പ് അവർക്ക് അറിയിക്കാനുള്ള അവരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന അടിസ്ഥാനത്തിലാണ് ഇത്ര ദിവസം നീട്ടി നൽകിയത്. ഇത് ഹർജിക്കാരെ സംബന്ധിച്ചോളം എത്രത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്താണ് കോടതിയുടെ നിലപാടിനെ നിങ്ങൾ കാണുന്നത്? ഇതിനകത്തിപ്പം കോടതിയിൽ നടന്ന പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നെന്തായിരുന്നു എനിക്ക് വ്യക്തമല്ല. അഭിലാഷിനെ പോലെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകർക്കാണ് അത് പറയാൻ പറ്റുക. പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമായിട്ടും പാർലമെന്റിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഒക്കെ ഉന്നയിച്ച യഥാർത്ഥം ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അത് പ്രതിഫലിപ്പിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ പ്രാഥമിക നിബന്ധനകളും പ്രാഥമിക ഉത്തരവുകളും എന്നുള്ളത് വ്യക്തമാണ്. ഞങ്ങളവിടെ പറഞ്ഞ എണ്ണി പറഞ്ഞ ഭരണഘടനക്കെതിരായിട്ടുള്ള ആർട്ടിക്കിൾ 26 ലംഘനം അടക്കം, അതുപോലെ വഖഫ് സ്ഥാപനങ്ങളിലേക്ക് അന്യമതസ്ഥരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളടക്കം ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പാർലമെന്റ് ചർച്ചാവേളയിൽ ഞങ്ങളെല്ലാം ഉന്നയിച്ചതാണ്. വളരെ സന്തോഷം തോന്നുന്നത് സുപ്രീം കോടതി ഞങ്ങൾ പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് സുപ്രീം കോടതി ഒബ്സർവേഷൻ ഇന്നലെ അടക്കം വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുക, അതിലൂടെ പോളറൈസേഷനിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഈ നിയമത്തിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. അതായത് ഒരു മുസ്ലിംകളാണ് മുഴുവൻ ഇന്ത്യയിലത്തെ സ്വത്തുക്കൾ മുഴുവൻ വഖഫാണ്, എല്ലായിടത്തും വഖഫ് കൊണ്ടുപോയിരിക്കുകയാണ് സ്വത്തുക്കൾ, അവർ മുഴുവൻ സ്വത്തുക്കൾ മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോവുകയാണ്, നാളെ നിങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെയായിരുന്നു പ്രചരണം താഴെത്തെറ്റിൽ. അപ്പൊ ഇതിനെതിരായിട്ട് ഒരു വലിയ നിയമം ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ അവിടെയാണ് ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്തുക, കാരണം മെറിറ്റിലേക്ക് കടന്നിട്ടില്ല കോടതി എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് രൂപപ്പെടുകയാണല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റിന്റെ ഇത്രയും പുലരുന്നത് വരെയുള്ള ചർച്ചകളിൽ ഉയർന്നു വന്ന കാര്യം ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത്തരം ബില്ലുകളൊക്കെ വരുമ്പോൾ JPCക്ക് പോയതാണ്, JPCക്ക് പോയതാണ്. JPCയിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ ഒരു ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് പോലുമില്ല. ആ മെമ്പർമാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുത്തിട്ടില്ല. അത് ബുൾഡോസ് ചെയ്യായിരുന്നു JPC. അങ്ങനെ ബുൾഡോസ് ചെയ്ത JPC അത് കഴിഞ്ഞ് പാർലമെന്റ് കൂടിയപ്പോൾ ഒരു അമെന്റ്മെന്റ് അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ എപ്പോഴും തകർത്തുകൊണ്ടുള്ളത്. അപ്പൊ ഇവിടെ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഇതൊരു വിശാലമായ നിങ്ങളുടെ അമെന്റ്മെന്റ് കോടതി ആ നിലയ്ക്ക് അഡ്രസ് ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതെ, അംഗീകരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അംഗീകരിക്കുകയാണ്. അപ്പോൾ വിശാലമായ ഒരു ചർച്ചയിലേക്ക് ഇത് പോകുന്നു എന്ന് പറയുന്നത് തന്നെ
നമ്മുടെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണെന്നതിൽ സംശയമില്ല. നമ്മുടെ നാട്ടിൽ കോടതികളിലെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ KC വേണുഗോപാൽ പ്രതികരിച്ചത്. ശ്രീ MR അഭിലാഷ് പറഞ്ഞുവല്ലോ, കാരണം ഹർജിക്കാരെ സംബന്ധിച്ചോളം വിവിധ ഹർജികളുണ്ട്, ഒരു കൂട്ടം ഹർജികളാണ്, സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് രൂപപ്പെടുകയാണ്, അവിടെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ. പക്ഷേ ഇതൊരു വിശാലമായ ചർച്ചകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരൊക്കെ ഉയർത്തിയ ഒരു, കാരണം ഇതിന് ശേഷം ഈ ഹർജിക്കാരെ സംബന്ധിച്ചോളം അവർ കൂടി പിന്നീട് കേൾക്കാനുള്ള ഒരു സമയം കൂടി അനുവദിക്കുക ചെയ്യുമ്പോൾ നിശ്ചിത പരിധിക്കുള്ളിൽ ഒരു ക്ലാരിറ്റി രൂപപ്പെടും അല്ലേ അഭിലാഷ്? ഈ വഖഫ് നിയമത്തിന്റെ ഒരു ഭേദഗതി നിയമം എന്ന് പറയുന്നത് സമഗ്രമായിട്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന നിർദ്ദേശങ്ങളല്ല കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കോടതി തന്നെ ഇത് പരിശോധിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ബെഞ്ച് ഇരുന്നത് തന്നെ ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള പഠനം നടത്തിയതിനു ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ സോളിസിറ്റർ ജനറലിന് വളരെ തൃപ്തികരമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നത്. എന്ന് മാത്രമല്ല, ഹർജിക്കാർ ഉയർത്തിയ ഓരോ വിഷയത്തെ സംബന്ധിച്ചും കോടതി ഉത്തരം ചോദിക്കുകയായിരുന്നില്ല. ഹർജിക്കാർ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിന് മറുപടി കൊടുക്കുകയായിരുന്നു. അപ്പൊ കോടതി ഇപ്പൊ ഈ ഉയർത്തിയിരിക്കുന്ന 3 വിഷയങ്ങൾ, ആ 3 വിഷയങ്ങളിലെ ഭരണഘടനാ വിരുദ്ധത വളരെ പ്രകടമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് സംബന്ധിച്ച് കോടതി ഇത്തരത്തിലൊരു കമ്മിറ്റ്മെന്റ് കേന്ദ്ര സർക്കാരിൽ നിന്നും എഴുതി വാങ്ങിയത്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ഉത്തരവായത്. ഇനി ബാക്കിയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ ഹിയറിംഗിന് ശേഷം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഈ 3 വിഷയങ്ങളിലാണെങ്കിൽ തന്നെയും കോടതി ഇടപെട്ടു എന്നുള്ളത് വലിയൊരു വിജയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ വഖഫ് ബോർഡിലെയും സെൻട്രൽ വഖഫ് കൗൺസിലും ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഉള്ളതൊരു വലിയ വിജയം തന്നെയായിട്ട് തന്നെ കണക്കിലെടുക്കുന്നതിനകത്ത് തെറ്റില്ല. കോടതിയുടെ ഇടപെടൽ വന്നല്ലോ. തീർച്ചയായും അതാണ്